ഹലോ മക്കളെ, ഇന്ന് നമുക്ക് നെസ്റ്റോ പർച്ചേസിനായിട്ട് പോണതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പോയത് കുറ്റൂർ വഴിക്കാണ് പോയത് കേട്ടോ. കാരണം അപ്പുറത്തെ വഴി കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കൂടി പോയത്. അങ്ങനെ നെസ്റ്റോയിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അതായത് തൃശ്ശൂർ പുഴക്കിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഈ നെസ്റ്റോയിലേക്ക് വരാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടുത്തെ ഓഫറുകൾ കണ്ടില്ലേ. ഇപ്പോൾ ഈ വിം ലിക്വിഡൊക്കെ 2 99 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ലാഭമാണ്. നമ്മൾ അതായത് ചെറിയ ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല, പൈസ ഇല്ലാത്തവർക്ക് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓഫറുകൾ നന്നായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഓഫറുകൾ ഉണ്ടായിരിക്കും അവിടെ. അത് നോക്കിയിട്ട് ഓഫറിനുള്ള സാധനങ്ങൾ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ലിക്വിഡുകൾ, ബാത്റൂം ക്ലീനർ, അതുപോലെ സ്നഗ്ഗികൾ, പാമ്പേഴ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വാങ്ങിച്ചിട്ട്. ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ നമ്മളങ്ങനെ എപ്പോഴും വാങ്ങിക്കണതല്ലേ, പക്ഷേ അവിടെ ഓഫർ ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. 55 രൂപയെന്ന് തോന്നുന്നു കിവിക്ക്, അതുപോലെ തന്നെ 55 രൂപ സ്ട്രോബെറിക്കും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, അത്രയായിരുന്നു റേറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് വാങ്ങിച്ചു കിട്ടാം. പിന്നെ നെസ്റ്റോന്ന് ചായ കുടിക്കുക എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. ഞാൻ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, അവിടുത്തെ ഫിഷ് ഐറ്റംസ് നല്ലതായിരിക്കും. നമ്മൾ കറി വയ്ക്കാനായിട്ട് ഫിഷൊക്കെ വാങ്ങിക്കില്ലേ, അത് നല്ലതായിരിക്കും. പക്ഷേ മീറ്റ് ഞാൻ പറയുന്നു, എനിക്ക് അത്ര നല്ല അഭിപ്രായം ഇല്ല കേട്ടോ. നെസ്റ്റോയിൽ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാലും മീറ്റ് ഒന്നിനും പറ്റില്ല കേട്ടോ അവിടുത്തെ. അങ്ങനെ 1-2 വട്ടം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ചില്ലിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. നല്ല ഭംഗിയിൽ 99 രൂപയ്ക്കൊക്കെ മറ്റേ ചിക്കിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ തണുത്തുണ്ടാവും കേട്ടോ. നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ല വില കുറവ്. ബിരിയാണിക്കൊക്കെ 99 രൂപ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് വാങ്ങിക്കും. 1 കിലോന് 99 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ കാണുമ്പോൾ ഫ്രൈഡ് റൈസ്, ബിരിയാണി. പക്ഷേ കാര്യമില്ല കേട്ടോ. ഫുഡ് സ്പോട്ട് ഉണ്ട് മുകളിൽ നിലയിൽ. പക്ഷേ അവിടെ പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ പേഴ്സണലി ഞങ്ങളുടെ ഫാമിലിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അവിടുത്തെ ചായ സൂപ്പറാണ്. ചായ കുടിക്കാൻ നല്ല ചായ ആയിരിക്കും. ബർഗറൊക്കെ അവിടെ 55 രൂപയ്ക്കൊക്കെ നല്ല അത്യാവശ്യം വലിയ ബർഗറാണ് ഉണ്ടാവുക. അതുപോലെ അവിടുത്തെ പിസ്സ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് കഴിക്കണം നമ്മൾ. എന്നാലും അവിടുത്തെ പിസ്സ 99 രൂപയ്ക്ക് നല്ല ലാഭമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഡ്രൈ നട്ട്സുകൾ, അതുപോലെ തന്നെ പൊടികൾ, ഇപ്പോൾ നേരത്തെ പൊടികൾ കാട്ടിയില്ലേ, പൊടികൾ, അതുപോലെ തന്നെ അരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പാമ്പേഴ്സൊക്കെ കാണിച്ചില്ലേ കുട്ടികൾക്ക്, സ്നഗ്ഗിയൊക്കെ നല്ല ഓഫറിലുണ്ടാവും. അത് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ്. ഇതിൽ ഡ്രൈ നട്ട്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ പലഹാരങ്ങൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ല, അതൊക്കെ താഴെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെ ടോയ്സ്, അതുപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലേ അത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയൽസ്, പഠിക്കാനുള്ള ബുക്കുകൾ, പേന, പെൻസിൽ, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. വിശാലമായ സ്ഥലമാണ്. അവിടെ നമുക്കിങ്ങനെ നോക്കി ഇപ്പോൾ ടി വി ആയാലും ഫ്രിഡ്ജ് ആയാലൊക്കെ അങ്ങനെ ഓഫറുകൾ കാണാം. അവർ ഇത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫറിലിടും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. പിന്നെ ഈ ഒരു JCB എല്ലാ വട്ടം പോയാലും മോനായ്മ കയറിയെന്ന് കളിക്കുന്നതാണ്. 2000 രൂപയുടെ JCB ആണ്. ഏതെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാവും. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ 2000 രൂപ ഇല്ലാണ്ട് ഒരു വണ്ടി കിട്ടില്ലല്ലോ. അപ്പോൾ ഈ JCB ഇങ്ങനെ മണ്ണ് വാരാനൊക്കെ പറ്റും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ആ സെക്ഷനിൽ തന്നെ സോപ്പ്, പിയേഴ്സ്, അതുപോലെ മെഡിമിക്സ്, അങ്ങനത്തെ സോപ്പുകളൊക്കെ ഇല്ലേ, അങ്ങനത്തേനൊക്കെ ഓഫറുകളുണ്ട് കേട്ടോ അവിടെ. ബോഡി ലോഷൻസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിൽ കയറി. തേർഡ് ഫ്ലോറിൽ പറഞ്ഞാൽ സാൻഡിൽസ്, ബാഗ്സ്, അതുപോലെ തന്നെ ക്ലോത്ത്, കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ക്ലോത്ത് ഉണ്ട് കേട്ടോ. ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ ക്ലോത്തുകളുണ്ട്. അങ്ങനെ ഞാനിതേ ഈ കോഡ് സെറ്റിൽ ഒരു ബ്രൗൺ അല്ല, ഒരു പ്രത്യേക ഒരു ന്യൂഡ് ഷെയ്ഡ് കളറാണ്. ചേട്ടന് ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതെടുത്തു. പിന്നെ ഈ ഒരു ചുരിദാർ കണ്ടപ്പോൾ ചേട്ടന് ഇഷ്ടമായി. ഇതും ഒരു വൈറ്റും. ഇതിലേതാ ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ. വൈറ്റ് കളർ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ചുരിദാറുകൾ എപ്പോഴും വൈറ്റ് എടുക്കാനാണ് എന്നോട് പറയുക. പിന്നെ അതുപോലെ തന്നെ ഇതും ഇഷ്ടമായിട്ടാണ് എന്നോട് ഇട്ട് നോക്കിക്കോന്ന് പറയുന്നത്. ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതിലേതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണേ. അങ്ങനെ ആ കോഡ് സെറ്റ് ഞാൻ ഒരെണ്ണം എടുത്തു. ചേട്ടന് നല്ല ഇഷ്ടമായിട്ട്. അതുപോലെ തന്നെ ഇതിൽ 2 ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോൾക്കൊരു ഡ്രസ്സ് എടുത്തു. അതിൽ എനിക്ക് ഇടാൻ പറ്റിയില്ല. മോനും പിന്നെ കോഡ് സെറ്റ് പോലത്തെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. 299 രൂപയ്ക്ക് മോൾക്കൊരു ഡ്രസ്സ് എടുത്തു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്.
അത് എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റിയില്ല പെട്ടെന്ന്. പിന്നെ ചെരുപ്പുകൾക്കൊക്കെ ഓഫറുണ്ടായിരുന്നു. കുട്ടികളുടെ സെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ട്രൗസറും ബനിയനും നല്ല നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരണം, നമ്മുടെ ഫോറിൻ തുണികൾ പോലത്തെ ക്ലോത്തിൽ പെട്ട ആൺകുട്ടികൾക്കുള്ള ട്രൗസറും ബനിയനുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 99 രൂപയ്ക്ക് 65 രൂപയ്ക്കൊക്കെ ബനിയനുകളുണ്ട്. ഈ സെറ്റ് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ കാണിച്ച ഈ സെറ്റുകൾ, ഇതൊക്കെ 200 സംതിങ്ങിൻ്റെ സെറ്റുകളാട്ടോ, കോഡ് സെറ്റുകൾ. കുട്ടികളുടെ ഷർട്ടും ട്രൗസറും ബ്ലാക്കും വൈറ്റൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. മോനായിരുന്നു 2 സെറ്റ് എടുത്തു കേട്ടോ ഞാൻ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ മോന് ഞാൻ അത് നോക്കിയിട്ട് 2 സെറ്റ് എടുത്തു കേട്ടോ. അതേ ഒരു ബ്ലാക്കും വൈറ്റും മോൾക്ക് ഉണ്ട്, ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് അതുപോലെ തന്നെ മാച്ച് ആയിക്കോട്ടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിലൊരു സെറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 200 സംതിങ്ങിന് ലാഭം, നല്ല തുണി കേട്ടോ. അതും കോഡ് സെറ്റാണ് വരുന്നത്. 500ക്ക് മുകളിൽ 600ന് മുകളിലല്ലാണ്ട് കോഡ് സെറ്റ് കിട്ടില്ല ഒരിക്കലും ആൺകുട്ടികൾക്ക്. അത് വെച്ച് നോക്കുമ്പോൾ ലാഭമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ എടുത്തു കേട്ടോ. മോനും എടുത്തു, നല്ല തുണിയായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് പോന്നു. നമ്മൾ ഫുഡ് കഴിച്ചത് ശോഭാ സിറ്റിയിൽ നിന്ന് കേട്ടോ. ശോഭാ സിറ്റിയിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ പോയിട്ട് നാനും പിന്നെ ചന മസാലയില്ലേ അതും, പിന്നെ അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. മോൾക്ക് ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു. ഒരു എഗ് ന്യൂഡിൽസ്, ഒരു സൂപ്പി ആയിട്ടുള്ള ന്യൂഡിൽസ്, ഹോട്ട് ന്യൂഡിൽസ് കഴിച്ചു. ഞങ്ങൾക്ക് നോണൊന്നും കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് ഹസ്ബൻഡ് കുറച്ച് നാളായിട്ട് വന്നതിന് ശേഷം പുറത്തൊക്കെ ആയതുകൊണ്ട് ഈ ചിക്കനും അങ്ങനത്തെ നോൺ കഴിച്ചിട്ട് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ വെജിറ്റേറിയൻ കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം, മെഴ്സലീസിൻ്റെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു, മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ തൃശ്ശൂർക്കാർ നെസ്റ്റോയിലേക്ക് പോകാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.